അപ്പോൾ ഈ അടുത്തായിട്ട് നമ്മൾ പൗച്ചൊക്കെയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു വെറൈറ്റിക്ക് നമുക്കൊരു ബോക്സ് ഉണ്ടാക്കിയാലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ബോക്സാണ്. അപ്പോൾ നമ്മൾ ഈ പേസ്റ്റൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ പേസ്റ്റ് വാങ്ങിച്ചിട്ട് അതിൻ്റെ പുറത്തുള്ള ഔട്ടറിങ്, അതായത് ഇത് കൊട്ട് ബോക്സൊക്കെ വലിച്ചെറിയാനുള്ള പതിവ്. പക്ഷേ ഇനി അത് വലിച്ചെറിയേണ്ട നമുക്ക് കിടുക്കാച്ചയായിട്ടുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബോക്സ് ഉണ്ടാക്കാം. അപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോകുമല്ലോ, എത്ര പെട്ടെന്ന് നല്ല വെക്കേഷനൊക്കെ പോയേ. അപ്പോൾ നമുക്കൊരു അടിപൊളി ബോക്സ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടൊന്നുമില്ല, വളരെ ഈസിയാണ്. നിങ്ങൾ ആ പേസ്റ്റിൻ്റെ ആ പുറത്തുള്ള കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ട് വീഡിയോ കാണിക്കുന്ന പോലെ ഒന്ന് വെട്ടിക്കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഏത് കളർ തീമാണ് വേണ്ടത്, ഇഷ്ടമുള്ള പോലെയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. ഡെക്കറേറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ കുറച്ച് വാഷി ടേപ്സ് ഒട്ടിച്ച് കൊടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ ഒരു എലാസ്റ്റിക് എടുക്കുക. ഞാനിപ്പോൾ മാസ്കിൻ്റെ സൈഡിലുള്ള ആ എലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അത് ആ ബോക്സിൻ്റെ അവിടെ ആയിട്ട്, അതായത് വീഡിയോ കാണുന്ന പോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപോലെ എന്തെങ്കിലും ബീഡ്സോ ബട്ടൺസോ, അല്ലെങ്കിൽ ഞാൻ വീഡിയോ കാണിക്കുന്ന ഇത് കൂട്ട് ഫ്ലവറിൻ്റെ ബീഡ്സോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അതങ്ങ് ഒട്ടിച്ചെടുക്കാം. അത്രേ ഉള്ളൂ. നമ്മുടെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല രസമുള്ള കാണാനായിട്ടുള്ള വെറും നമ്മൾ എലാസ്റ്റിക്കും കൊണ്ടും ബട്ടൺസും കൊണ്ടും, അതായത് സിബില്ലാണ്ട് ഉണ്ടാക്കിയ ഒരു അടിപൊളിയായിട്ടുള്ള പൗച്ച് ഇവിടെ റെഡി ആയിട്ടോ. ഇനി നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാനത് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണേ.